കഴിഞ്ഞ ദിവസം നമ്മൾ അധികാരികളെ അറിയിച്ചതനുസരിച്ച് MLAയും വാർഡ് മെമ്പറും കൂടി പെട്ടെന്ന് ഈ റോഡ് പണിയാനായിട്ടുള്ള തീരുമാനത്തിലെത്തുകയും ഇവിടെ കിടന്ന പൈപ്പൊക്കെ എടുത്ത് മാറ്റി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻ്റർലോക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഇൻ്റർലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മഴയൊരു വിഷയമല്ല. മഴ പറഞ്ഞ് നിങ്ങൾ ഇത് താമസിപ്പിക്കരുത്. ഇനിയും മഴ നനയാൻ പണിയുന്നവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മഴക്കോട്ടിട്ടുകൊണ്ട് നിങ്ങൾക്ക് പണിയാം. ഇനി മഴയൊക്കെ മാറണമെങ്കിൽ ഒരു സമയമെടുക്കും. ഒരുപാട് പേരുടെ നടുവ് ഈ റോഡിൽ ഒടിയും. അതുകൊണ്ട് ആ പേരും പറഞ്ഞുകൊണ്ട് റോഡ് പണി വൈകിക്കരുത്. ഇൻ്റർലോക്ക് ആണെന്നുണ്ടെങ്കിൽ മഴയത്ത് പണിയുന്നത് ഒന്നും കൂടെ സ്ട്രോങ് ആയിരിക്കും, നല്ല സ്ട്രോങ്ങിൽ പണിയാൻ പറ്റും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മഴയുടെ പേര് പറഞ്ഞ് താമസിപ്പിക്കരുത്. ഇതിന് മുൻകൈയെടുത്ത MLAയ്ക്കും വാർഡ് മെമ്പർക്കും 1000 നന്ദിയും കൂടെ ഇതിൻ്റെ കൂടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ റോഡിൽ ഇവർ താണ്ട ഒരു ഓട പണിത് വെച്ചിട്ടുണ്ട്. 60 ലക്ഷം രൂപയാണ് ഈ ഓട ഇങ്ങനെ വന്ന് ഇവിടെ താണ്ട ഒരു കലുങ്കാണ്. ഈ കലുങ്ങിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്തൂടെ കയറി വേണം ഈ വെള്ളം പോകാൻ. 60 ലക്ഷം രൂപ ചിലവിൽ മുടക്കിയിട്ട് ഈ വെള്ളം ഇതുവഴിയാണ് പോകുന്നതെന്ന് നോക്കി. ഇതുവഴി കയറി മഴ ശക്തിപ്പെടുമ്പം വെള്ളം തള്ളി അപ്പുറത്തെ പറമ്പിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ബ്ലോക്ക്, ഇതിൻ്റെ അടി ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് ഈ റോഡ് പണിയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഈ ബ്ലോക്ക് കൂടെ എടുത്ത് മാറ്റണം. വെള്ളമൊക്കെ പോകുന്ന വഴി കൂടെ പോകട്ടെ. അതുപോലെ തന്നെ തിങ്കളാഴ്ച 5 മണിക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടുത്തെ നാട്ടുകാരും എല്ലാം കൂടി ഈ റോഡിൽ ഒരു ധർണയുണ്ട്. പാത്തിമാരും പള്ളിയുടെ അവിടെ നല്ലവരായ നാട്ടുകാർ, നാടിനെ സ്നേഹിക്കുന്നവർ എല്ലാവരും കാലാവസ്ഥ നോക്കാതെ വന്ന് അതിനെ വൻപിച്ച വിജയമാക്കണം നിങ്ങൾ. പിന്നെ ഇവിടെ പൈപ്പ് ലൈനൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതാണ്ട് ഈ പോസ്റ്റൊക്കെ ഏത് സമയവും താഴെ പോകുന്ന രീതിയിൽ നിൽക്കുക. ഒരു ചെറിയ സ്റ്റേ കമ്പിയാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ബലപ്പെടുത്തി ഇവിടെ ഒരു ട്രാൻസ്ഫോമറും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഈ റോഡൊന്ന് നല്ല രീതിയിലൊന്ന് കൈകാര്യം ചെയ്യണം. വെറുതെ ലക്ഷങ്ങളും കോടികളും ഒന്നും വേസ്റ്റാക്കി നമ്മുടെ 6 വരിപ്പാത ഇടിഞ്ഞു പോയതുപോലുള്ള പണികളൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യരുത്. മുടക്കുന്ന കാശ് ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതി ചെയ്യണം. ഇത് കണ്ട ഈ കനാലൊക്കെ വലുതാക്കേണ്ടതാണ്. അത് വലുതാണെന്നുണ്ടെങ്കിൽ ഈ പുറമ്പോക്ക് സ്ഥലം 9 സെൻറ്റാണ്. ആ സ്ഥലമൊക്കെ ഇടിച്ചു പൊളിച്ച് ദൂരെ കളഞ്ഞ് ഇവിടെ ഒക്കെ വലിയ രീതിയിൽ ചെയ്യണം. അല്ലാതെ നിങ്ങൾ വോട്ട് നോക്കി നാട്ടുകാരെ സൂചിപ്പിക്കാനായിട്ടുള്ള വർക്കുകൾ ചെയ്യരുത്. ദയവ് ചെയ്ത് ഇനിയും ചെയ്യുന്ന ജോലികളെങ്കിലും നാട്ടുകാർക്ക് പ്രയോജനമുള്ള രീതിയിൽ ചെയ്യണം. ഓക്കെ, ഇത് ചങ്ങനാശ്ശേരി ഒളശ റോഡാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചതാണ്. എത്രയും വേഗം തന്നെ ഇതിൻ്റെ വർക്ക് ചെയ്യുക. ജനങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാക്കുക.